ചാനൽ. സോ ഇന്ന് ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ മട്ടാഞ്ചേരി കറങ്ങാൻ ഇറങ്ങിയേക്കാണ്. ഹോൾ ഓഫ് മട്ടാഞ്ചേരി അല്ല, കുറച്ച് പ്ലേസസ് പോകാമെന്ന് വിചാരിക്കണം. സോ ഐ തോട്ട് ഓഫ് വ്ളോഗിങ്. സോ ഒന്ന് വ്ളോഗായിട്ട് ഇവിടുത്തെ കുറച്ച് സ്ഥലങ്ങളും അടുത്ത വിശേഷങ്ങളും കാണിക്കുന്നതായിരിക്കും. യെസ് ഗൈസ്, സോ ഞാൻ തൃപ്രയാറിൽ നിന്നാണ് കേട്ടോ ഞാൻ അങ്ങോട്ട് പോയത്. സോ തൃപ്രയാറിൽ നിന്ന് ഐ ടുക്ക് എ ബസ് ടു എടപ്പള്ളി. എടപ്പള്ളിയിൽ നിന്ന് ഞാൻ ഹൈക്കോർട്ട് വരെ പോയി. അവിടെ ഞങ്ങളെല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. സോ അവിടെ നിന്ന് നമുക്ക് ഡയറക്റ്റ്ലി മട്ടാഞ്ചേരിയിലോട്ട് ബസ് കിട്ടി. അങ്ങനെയാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ കറക്റ്റ് മട്ടാഞ്ചേരി പാലസിൻ്റെ മുന്നിൽ ഇറങ്ങി. ഞാൻ മാക്സിമം സംസാരിച്ച് വ്ളോഗ് ചെയ്യില്ല. എനിക്ക് കുറച്ച് നാണമുണ്ട്. അതുകൊണ്ട് മോസ്റ്റ്ലി വോയിസ് ഓവർ ആയിരിക്കും. സോ നമ്മൾ ഫസ്റ്റ് വന്നേക്കണേ മട്ടാഞ്ചേരി പാലസിലാണ്. യെസ്, എവിടെ ഒരു ഹായ് പറയോ? ഹായ്, ഇവരാണ് കേട്ടോ എൻ്റെ ഫ്രണ്ട്സ്. അപ്പോൾ ഇതാണ് പാലസ് എന്ന് വിചാരിക്കണു. നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പറഞ്ഞ പോലെ പാലസിൻ്റെ ബാക്ക് സൈഡിൽ കൂടിയാണ് കേട്ടോ നമ്മൾ കയറിയത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു കുളം ഉണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇതാണ് പാലസ്. സോ പാലസിൻ്റെ ബാക്ക് സൈഡിൽ കൂടിയാണ് നമ്മൾ പോയത്. തൊട്ട് അഡ്ജസ്റ്റൻ്റ് ആയിട്ട് അവിടെ ഒരു ടെമ്പിളും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ എത്തിയപ്പോഴാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കിയത്. ഹായ് ഗൈസ്, സോ ഫസ്റ്റ് തന്നെ ശശിയായി ഗൈസ്. ഞങ്ങളിവിടെ എത്തിയപ്പോഴാണ് പറയണേ ഇവിടെ ഫ്രൈഡേ ഓപ്പൺ അല്ലെന്ന്. സോ എല്ലാവരും ഇതാണ് കേട്ടോ മട്ടാഞ്ചേരി എന്താണ് പാലസ്. യെസ്, സോ ഫസ്റ്റ് സംഭവം തന്നെ ഫ്ലോപ്പ് ആയിരിക്കുകയാണ്. സോ നെക്സ്റ്റ് ഇനി എന്താവെന്ന് ഒരു ഐഡിയ ഇല്ല. ലെറ്റ്സ് സീ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നോക്കി കുറച്ച് നടന്നപ്പം സിനഗോഗിക്കുള്ള വഴി കണ്ടു കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ പിന്നെ അങ്ങോട്ടാണ് പോയത്. സോ ഒരു അറ്റംപ്റ്റ് ഫെയിലായപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് നടന്നിപ്പോൾ സിനഗോഗിലേക്ക് പോവുകയാണ്. സോ ഐ ഗെസ് ഇറ്റ്സ് ക്വൈറ്റ് എ വെരി നൈസ് പ്ലേസ് എന്നാണ് കണ്ടിട്ടുള്ള കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. സോ ലെറ്റ്സ് ഗോ ആൻഡ് സി. ഇന്ന് അവിടെയും അടച്ചിട്ടേക്കാണോന്ന് അറിയില്ല. സോ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നോ ഐഡിയ. ലെറ്റ്സ് സി, പോയിട്ട് നമുക്ക് കാണാം. അങ്ങനെ സിനഗോഗ് തപ്പി ഇറങ്ങിയ ഞങ്ങൾ ജൂ ടൗണിലെത്തി കേട്ടോ. അപ്പോഴാണ് മനസ്സിലായത് നമ്മളുടെ മട്ടാഞ്ചേരി പാലസിൻ്റെയും സിനഗോഗിൻ്റെയും ഇടയ്ക്കുള്ള സ്ട്രീറ്റാണ് ജൂ ടൗൺ. നമ്മളുടെ 15th സെഞ്ച്വറിയിൽ സെഫാർഡിക് ജൂസ് കൊച്ചിയിൽ വന്ന് സെറ്റിൽഡായി. അപ്പോൾ അവർക്ക് അന്നത്തെ കൊച്ചിയിലെ രാജാവായിരുന്ന രാമവർമ്മ ഡെഡിക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളൊരു പ്ലേസിലാണ് അവർ താമസിച്ചിരുന്നതും ഈ സിനഗോഗും ഒക്കെ ബിൽഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. സോ നമ്മൾ ജൂ ടൗണിലെത്തി. അവിടെ കൂടെ നടക്കുകയായിരുന്നു. ഇറ്റ് വാസ് വെരി ബ്യൂട്ടിഫുൾ പ്ലേസ്. ഒരു ഹിസ്റ്റോറിക്കൽ ആൻഡ് കൾച്ചറൽ ഫീൽ കിട്ടുന്നൊരു പ്ലേസാണ് കേട്ടോ. ഒരുപാട് ആൻറ്റീക് ഷോപ്സും ആൻറ്റിക് ജ്വല്ലറീസ്, അതേപോലെ കുറേ അടിപൊളി പീസസൊക്കെ ഉള്ള അടിപൊളി ഷോപ്സ് ഉണ്ടായിരുന്നു. അറ്റ് ലാസ്റ്റ് നമ്മൾ സിനഗോഗ് എത്തി കേട്ടോ. സോ 18th സെഞ്ച്വറിയിലുള്ളൊരു ക്ലോക്ക് ടവർ നമുക്ക് മുൻപിൽ തന്നെ കാണാം. സോ അവിടേക്ക് കയറാനുള്ള എൻട്രി ഫീസ് വെറും 10 രൂപ മാത്രമാണ്. അങ്ങനെ നമ്മളവിടെ എൻ്റർ ചെയ്തു. അപ്പോൾ ഇവിടുത്തെ ടൈൽസിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. നമ്മളുടെ ചൈനയിൽ നിന്നുള്ള ഒരു ഹാൻഡ് പെയിൻറ്റഡ് ആയിട്ടുള്ള പോർസിലിൻ ടൈൽസാണ്. ഭയങ്കര യുണീക്കായിട്ടുള്ളൊരു പീസാണ്. അതാണ് അവിടെ യൂസ് ചെയ്തേക്കുന്നത്. ആൻഡ് ഓൾസോ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള കുറേ ലൈറ്റ്സും കുറേ പീസസ് അതിൻ്റെ ഉള്ളിലുണ്ട്. കുറേ കൂടുതൽ അവിടെ ഗിഫ്റ്റഡ് ആയിട്ടുള്ള പല കൺട്രീസിൽ നിന്ന് ഗിഫ്റ്റഡ് ആയിട്ടുള്ള പീസസാണ് കേട്ടോ അതിൻ്റെ ഉള്ളിലുള്ളത്. അങ്ങനെ നമ്മൾ വീണ്ടും അഗൈൻ വി കണ്ടിന്യൂഡ് ആ വോക്ക്. അങ്ങനെ കുറേ അടിപൊളി ഷോപ്സൊക്കെ കണ്ടു. ഒന്നും നമ്മൾ കയറി എക്സ്പ്ലോർ ചെയ്യാനൊന്നും നിന്നില്ല. ബിക്കോസ് ഇറ്റ് വാസ് വെരി ഹോട്ട്. നല്ല ചൂടുള്ള സമയത്താണ്, ഉച്ചയ്ക്കാണ് നമ്മൾ പോയത്. അങ്ങനെ ആ ചൂടിനൊരു ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിൽ കയറി നമ്മൾ സോഡ സർബത്ത് കുടിച്ചോട്ടോ. ആഹാ, എന്താ ഒരു സമാധാനം. അങ്ങനെ നമ്മൾ ടൈം വേസ്റ്റ് ചെയ്തില്ല. പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി നേരെ ഫോർട്ട് കൊച്ചിയിലോട്ട് പോയി. ഹലോ ഗൈസ്, അങ്ങനെ ഇപ്പോൾ നമ്മൾ മട്ടാഞ്ചേരിയിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്ക് വന്നേക്കാണ്. സോ നമ്മൾ ഓട്ടോയിൽ കയറിയിട്ട് ഫോർട്ട് കൊച്ചിയിൽ എവിടേക്കാണ് പോകേണ്ടതെന്ന് അറിയണ്ടായില്ല. അപ്പം നമ്മൾ ജസ്റ്റ് പറഞ്ഞു എവിടെയെങ്കിലും ഒരു സ്പോട്ടിൽ കൊണ്ടിറക്കാൻ. സോ നമ്മൾ നെഹ്റു പാർക്കിൽ, നമ്മൾ കണ്ടിട്ട് കുട്ടികളായിട്ട് തോന്നിയിട്ടുണ്ടാവും, കളിക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു. നെഹ്റു പാർക്കിൻ്റെ അവിടെ കൊണ്ട് ഇറക്കിയിട്ടുണ്ട്. സോ നൗ വി ആർ അറ്റ് നെഹ്റു പാർക്ക്. 12 വയസ്സ് താഴെയുള്ളവർ ഉപയോഗിക്കാം. ആ ഒരു ഹോപ്പും പോയി. 12 വയസ്സിൽ താഴെയുള്ളവർ മാത്രം ഉപയോഗിക്കണം. അപ്പോൾ നമ്മൾ ഈ ആൾക്കാർ പോയിട്ട് ആവശ്യമില്ലല്ലോ. സോ നമ്മളിവിടെ നടക്കാണ്. എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് നോ ഐഡിയ. അങ്ങനെ നമ്മൾ പ്രിൻസസ് സ്ട്രീറ്റിലെത്തി കേട്ടോ. നമ്മൾ ജസ്റ്റ് കുറച്ചൊന്ന് നടന്നപ്പോഴത്തേനും നമ്മളിങ്ങനെ പിക്ചേഴ്സിലൊക്കെ കാണുന്ന കുറേ വൈബ്രൻറ്റ് കളേഴ്സുള്ള യൂറോപ്യൻ സ്റ്റൈൽ ബിൽഡിങ്സും കുറേ കഫേസും റെസ്റ്റോറൻറ്റ്സാണ് അവിടെ കാണാൻ പറ്റിയത്. ബട്ട് വി കുഡൻറ്റ് എക്സ്പ്ലോർ മച്ച്. നമ്മൾ നേരെ പിന്നെ നടന്ന് ഫോർട്ട് കൊച്ചി ബീച്ചിലെത്തി കേട്ടോ. അതിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ബീച്ചിൽ നിന്നൊന്നും പറയാൻ പറ്റുമോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ഒരു ബീച്ച് ഏരിയ പോലെ തോന്നുന്നില്ല. ബട്ട് ഓക്കെ, ഐ ഗെസ് നമ്മുടെ ഒരു ഈവനിങ് ടൈമിലൊക്കെ സൺസെറ്റൊക്കെ കാണാൻ പറ്റിയ
വൈബ് പ്ലേസാണ് കേട്ടോ. പക്ഷെ നമ്മൾ ഉച്ചയ്ക്ക് പോയതുകൊണ്ട് അത്രയും അങ്ങ് വൈബ് ഉണ്ടായിരുന്നില്ല, ഭയങ്കര ചൂടായിരുന്നു. അങ്ങനെ കുറേ ലോക്കൽ ഷോപ്സും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് വാക്ക് ചെയ്യാനുള്ള കുറേ ഏരിയയും ഒക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ അവിടെ പ്രത്യേകിച്ചൊന്നുമില്ലെന്ന് മനസ്സിലാക്കി നമ്മൾ അവിടെ ഫോർട്ട് കൊച്ചിയിൽ തന്നെ വാട്ടർ മെട്രോ കയറി. അവിടെ നിന്ന് കയറിയിട്ട് നമ്മൾ ഉള്ളിൽ കയറാൻ പോവാണ് വാട്ടർ മെട്രോൻ്റെ. ഇറ്റ് വാസ് മൈ ഫസ്റ്റ് എക്സ്പീരിയൻസ് ട്രാവലിംഗ് ഇൻ എ വാട്ടർ മെട്രോ. അപ്പോൾ നമ്മളുടെ ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് വാട്ടർ മെട്രോ ഉള്ള സിറ്റിയാണ് കേട്ടോ കൊച്ചി. നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി അവിടെ ഇരുന്നു. നമുക്ക് ഒരു വിൻഡോ സീറ്റ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള സംഭവമാണല്ലോ, അത് കിട്ടിയില്ല ഗൈസ്. എല്ലാവരും ഓടി കയറി ആദ്യം വിൻഡോ സീറ്റിൻ്റെ അടുത്തുള്ള സീറ്റിലൊക്കെ കയറിയിരുന്നു. നമുക്കത് കിട്ടിയില്ല, ബട്ട് സ്റ്റിൽ വി കുഡ് എൻജോയ്. ഇറ്റ് വാസ് എ വെരി നൈസ് എക്സ്പീരിയൻസ്. നിങ്ങൾ കൊച്ചിയിൽ പോകുന്നുണ്ടെങ്കിൽ ഇത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്നാണ് കേട്ടോ. നമ്മൾ വെള്ളത്തിലൂടെയുള്ള ഈ ഒരു യാത്ര, അത്രയും കുറേ പേർക്ക് വെള്ളത്തിലൂടെയുള്ള യാത്ര അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇറ്റ് വാസ് ക്വൈറ്റ് ഓക്കെ. നമ്മളിപ്പം സാധാ മെട്രോയിൽ പോകുന്ന ഫീലേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ വെള്ളത്തിൽ കൂടെ പോവാണ്. ഇറ്റ് വാസ് വെരി ബ്യൂട്ടിഫുൾ. ഇങ്ങനെ കുറേ ചീനവലമൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെയാണെന്ന് പറയാമെന്ന് തോന്നുന്നു. ഐ ഡോണ്ട് നോ ദ പെർഫെക്റ്റ് ടേം. അങ്ങനെ കുറേ നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കണ്ടു. ആ ഒരു വെള്ളത്തിൻ്റെ മൂവ്മെൻറ്റ് നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കാണാൻ വേണ്ടിയിട്ട് ഇറ്റ് വാസ് വെരി ബ്യൂട്ടിഫുൾ. അപ്പോൾ ഞാൻ കുറച്ചിങ്ങനെ വ്ളോഗൊക്കെ ചെയ്തു. പക്ഷേ ഐ വാസ് ഭയങ്കര മടിയായിരുന്നു കേട്ടോ. എനിക്ക് സംസാരിച്ച് വ്ളോഗ് ചെയ്യുന്നത് മനസ്സിൽ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. മീൻ വൈൽ ഞാൻ നോക്കിയപ്പം ആ മെട്രോയിൽ തന്നെ ഒരു നോർത്ത് ഇന്ത്യൻ ഫാമിലി ദർ വ്ളോഗിങ്. ഐ വാസ് ലൈക്ക്, ഓ എന്താ ഒരു ധൈര്യം, എന്ത് രസത്തിൽ വ്ളോഗ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ എപ്പോഴാണ് പറ്റാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. ബട്ട് ഐ വിൽ ഡു വൺ ഡേ. അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ പോകുമ്പം ഭയങ്കര സ്പീഡൊന്നല്ല, പക്ഷെ അത്യാവശ്യം സ്പീഡിലാണ് പോകുന്നുണ്ടായിരുന്നത്. നമ്മളുടെ ഈ കൊച്ചിയിലുള്ള ട്രാഫിക്കൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇറ്റ് ഈസ് എ വെരി ബെസ്റ്റ് വേ ടു ട്രാവൽ. നമ്മളുടെ ഈ ട്രാഫിക്കൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ബെസ്റ്റ് വേ ആണ്. പക്ഷേ ഐ തിങ്ക് ഇപ്പം ഈ ഒരു വാട്ടർ മെട്രോ കുറച്ച് സ്റ്റേഷൻസിൽ മാത്രമാണ് ആക്സസിബിൾ ആയിട്ടുള്ളത്. ബട്ട് ഐ റെഡ് സംവെയർ 2035 ഉള്ളിൽ ഇറ്റ് വിൽ ബി അവൈലബിൾ ഹോൾ കൊച്ചിയിൽ തന്നെ. സോ ഇറ്റ്സ് ഗോണ ബി വെരി ഗുഡ്. പിന്നെ ഇങ്ങനെ കുറേ കപ്പൽ കണ്ടു, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ കണ്ടു. ആൻഡ് കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഇറ്റ് ഈസ് വെരി ഈസി ടു ട്രാവൽ. നമ്മൾ ബസ്സിൽ വരുമ്പോൾ എത്ര ടൈം എടുത്തിട്ടാണെന്നറിയോ നമ്മളിപ്പോൾ ഹൈക്കോട്ടിൽ നിന്ന് മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചി വരെ എത്തുന്നത്. പക്ഷെ ഇത് നമ്മൾ അധികം ടൈമേ എടുത്തില്ല, പെട്ടെന്ന് തന്നെ എത്തി കേട്ടോ. അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് എത്താറായി. ആൻഡ് ഈ വെള്ളം കാണാൻ വാസ് വെരി ബ്യൂട്ടിഫുൾ. ഞാൻ ഇങ്ങനെ വെള്ളത്തിനോട് അത്രയും ഭംഗി എനിക്ക് തോന്നാറില്ല, പക്ഷെ ഇറ്റ് വാസ് വെരി ബ്യൂട്ടിഫുൾ. അങ്ങനെ നമ്മളവിടെ എത്തി. അഗെയിൻ വി വെൻറ്റ് ടു ലുലു. എല്ലാവരും കൊച്ചിയിലെത്തിയ പോകുന്ന സ്ഥലമാണ് ലുലു. സോ വി ടു വെൻറ്റ് ദേർ. നമ്മളവിടെ പോയിട്ട് പിന്നെ ഞാൻ അധികം വ്ളോഗ് ചെയ്തില്ല കേട്ടോ, ബിക്കോസ് വി വർ വെരി ഹംഗ്രി. ഞങ്ങൾ നേരെ ഫുഡ് കഴിച്ചു. പിന്നെ കുറച്ച് ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ഷോപ്പ് ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ ഷോപ്പ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി. സോ ദാറ്റ്സ് ഇറ്റ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. വെരി കുഞ്ഞ് വ്ളോഗാണ്, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്യുക. സോ സീ യു, ബൈ.